ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ BS4 മോഡൽ വണ്ടിയാണ്. ജന സർവീസായിട്ട് കയറ്റിയാണ്. സർവീസിന് മുമ്പായിട്ട് നമ്മൾ റോഡ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് നമുക്ക് വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ ബ്രേക്ക് തീരെ ഇല്ല വണ്ടിക്ക്. അതേപോലെ തന്നെ ക്ലച്ച് ഭാഗത്തു നിന്നൊക്കെ ഒരു വൈബ്രേഷൻ സൗണ്ട്, അതേപോലെ സ്പീഡോമീറ്റർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണില്ല. അങ്ങനെ 1-2 കംപ്ലയിൻസുകൾ നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. മീറ്റർ നമുക്ക് വണ്ടിയുടെ മെയിൻ്റനൻസ് എല്ലാ കാര്യങ്ങളും വരുന്നത് കിലോമീറ്റർ ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ നമുക്ക് മീറ്റർ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റില്ല. എന്നാലും നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വണ്ടി വർക്കിൽ കയറ്റിയിട്ടുണ്ട്, സർവീസുമായി ബന്ധപ്പെട്ട് കയറ്റിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. കമ്പനി ലൈനറാണ് കിടക്കണേ, പക്ഷേ അത് മാക്സിമം ഉപയോഗിച്ച് അഡ്ജസ്റ്റിങ് മാക്സിമത്തിലേക്ക് എത്തിയിട്ടുണ്ട്. തന്നെയല്ല കേബിളിൻ്റെ ഔട്ടറും വലിഞ്ഞാക്കാണ്. അപ്പോൾ അതുകൊണ്ട് കേബിളും മാറ്റി ബ്രേക്ക് ലൈനർ മാറ്റിയാലാണ് ബ്രേക്കിൻ്റെ കേസ് കറക്റ്റ് ആവുള്ളൂ. പിന്നെ ബ്രേക്ക് ക്യാമൊക്കെ നല്ല ടൈറ്റ് ഉണ്ട്, അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യണം. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ നോക്കുക. എയർ ഫിൽറ്റർ ക്ലച്ചൊക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ ശരിക്കും പറഞ്ഞാൽ കമ്പനി ഫിൽറ്ററാണ് കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. പക്ഷേ നമുക്കത് പൊടി കയറിയിട്ട് നല്ല രീതിയിൽ ബ്ലോക്ക് വന്നിട്ടുണ്ട്. അത്യാവശ്യം അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും എയർ ഫിൽറ്റർ മാറ്റാമെന്ന് പറഞ്ഞാൽ ഓരോ 10,000 കിലോമീറ്റർ കൂടുമ്പോഴാണ് നമുക്ക് എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് എയർ ഫിൽറ്റർ മാറ്റേണ്ട ഒരു പീരീഡ് ആയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ച് നമുക്ക് ഡ്രൈ ടൈപ്പ് ക്ലച്ചാണ്. നമ്മൾ ഓരോ 4 മാസം കൂടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ സർവീസ് പറയണമെങ്കിൽ കൂടി ഓരോ 6 മാസത്തിലൊരിക്കൽ തന്നെയും കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് ക്ലച്ചിൻ്റെ ഭാഗം നോക്കിയില്ലാന്നുണ്ടെങ്കിൽ ക്ലച്ച് കംപ്ലയിൻറ്റ് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഡ്രൈ ടൈപ്പ് ക്ലച്ച് ആയതുകൊണ്ട് നമ്മൾ മാനുവലായിട്ട് അഴിച്ച് ഗ്രീസിങ് ഒക്കെ നടത്തണം. അതിൻ്റെ പോരായ്മ കൊണ്ട് വന്നു കഴിഞ്ഞാൽ പല കംപ്ലയിൻറ്റുകളും വരും. ഇതിനകത്ത് നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ക്ലച്ച് സൈഡിൽ നല്ല രീതിയിലുള്ള വേരിയേഷൻ, സൗണ്ട് കാര്യങ്ങൾ വ്യത്യാസം ഉണ്ടാകും. നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് ഐറ്റംസൊക്കെ നല്ല രീതിയിൽ പ്ലേ വന്നിട്ടുണ്ട്, കംപ്ലയിൻ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ റോളറുകൾ ഒരു 6 റോളറാണ് നമുക്ക് വരാം. അതും ഓൾറെഡി ഔട്ടർ പൊട്ടിയിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ പീസ് സ്ലൈഡ് എന്ന് പറയുന്ന ഐറ്റമാണ് പ്ലാസ്റ്റിക്കിൻ്റെ. അത് ഈ വീലും ഈ ബോഡിയും തമ്മിൽ വന്ന കണക്ഷൻ തന്നെയാണ്. അത് കംപ്ലയിൻ്റ് ആയിട്ട് ഇവിടെ ഈ അലുമിനിയം ബോഡിയും ഒന്ന് അടിച്ചടിച്ച് ഇവിടെ പൊട്ടുന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അതേപോലെ 3 ലെഗ് വരാം. 3 ലെഗും പൊട്ടി എപ്പോൾ പൊട്ടും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും നമുക്കത് മാറ്റിയിടണം. ആ സെറ്റേപ്പടി മാറണം. കാരണം വെച്ചാൽ റോളർ മാറണം, ബോസ് ഡ്രൈവ്, വേരിയേറ്റർ ബോഡി, ആ പ്ലാസ്റ്റിക്കിൻ്റെ പീസ് സ്ലൈഡ് അത്രയായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഈ സെക്ഷൻ കറക്റ്റ് ആവും. പിന്നെ ബാക്കിലത്തെ വീല് നമ്മൾ ക്ലച്ച് പുള്ളി പോലെ ഉറക്കണതാണ്. ആ ഭാഗം നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി വീലുകൾക്ക് വേറെ കംപ്ലയിൻറ്റ് വന്നിട്ടില്ല. ആ ക്ലച്ചിൻ്റെ അതിനകത്ത് തന്നെ ആ റോളർ പിന്ന് കാര്യങ്ങൾ മാറ്റിയിട്ട് ഗ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെയാണ്, നല്ല വേറെ പ്രോബ്ലം ഇല്ല. അതേപോലെ ക്ലച്ച് വെയിറ്റിനായാലും വേറെ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. അത് അഴിച്ചിട്ട് നമുക്ക് അതിൻ്റെ പിന്ന് കാര്യങ്ങൾ ഗ്രീസ് ചെയ്യും. അതിൻ്റെ ഉള്ളിൽ തന്നെ ആ ഡാമ്പർ റബ്ബർ നമ്മൾ മാറ്റി റീസെറ്റ് ചെയ്യാം. ക്ലച്ച് ഔട്ടിനകത്ത് ചെറിയൊരു സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. തൽക്കാലം നമുക്ക് വാട്ടർ പേപ്പറൊക്കെ ഇട്ട് പിടിച്ച് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യാം. കിക്കറിൻ്റെ കവറിനകത്ത് അത്യാവശ്യം പൊടി, ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നേരടിച്ച് ക്ലീൻ ആക്കാം. കിക്കർ വീൽ അടിച്ചൊന്ന് ഗ്രീസ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ കിക്കർ അടിച്ച് കഴിഞ്ഞാൽ കിക്കർ നേരെ താഴെ പോയി നിൽക്കും, പൊന്തി വരാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അതും കൂടി കൂട്ടത്തിൽ നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ചോക്ക് കേബിൾ, ആക്സിലേറ്റർ കേബിൾ, 2 കേബിൾ ഇതുമ്പോൾ പുതിയതാണ് ഇരിക്കണേ. അപ്പോൾ തൽക്കാലം നമുക്കത് വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല, അതങ്ങനെ തന്നെ നിൽക്കട്ടെ. പിന്നെ ഫ്രണ്ട് ഹെഡിൻ്റെ ഭാഗത്തേക്ക് ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റ് ലീക്ക് കാണിച്ചിട്ട് പൊടി പിടിച്ചിരിക്കണേ കാണാം കേട്ടോ. അതഴിച്ച് നമുക്ക് അതിൻ്റെ കവർ ഗ്യാസ്കറ്റും ആ ബോൾട്ടിൻ്റെ ഉള്ളിൽ തന്നെ മൗണ്ട് റബ്ബർ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ പ്രോബ്ലം നമുക്ക് തുടക്കത്തിൽ തന്നെ സോൾവ് ചെയ്ത് കളയാനായിട്ട് പറ്റും. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് നമുക്ക് 1-2 കംപ്ലയിൻസുകളുണ്ട്. ഒന്ന് വീൽ ബെയറിംഗ് കംപ്ലയിൻ്റ് ഉണ്ട്. വീൽ ബെയറിംഗ് അത്യാവശ്യം പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് നമുക്ക് അതിൻ്റെ ഫ്രണ്ട് കുഷൻ അസംബ്ലിയുടെ ഗ്രീൻ ബുഷ് അതും പ്ലേ കാണിച്ച് ഇതേപോലെ ലൂസായി പോരുന്ന അവസ്ഥയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയിടാം. ഇത് ലിങ്കിൻ്റെ ബുഷുകൾ എന്ന് പറഞ്ഞാൽ ഫൈബറും മെറ്റലും കൂടി ബുഷ് വരാം. അതിനകത്ത് ഒരെണ്ണത്തിന് വെച്ചിട്ട് പ്ലേ കൂടുതൽ കാണിക്കുന്നുണ്ട്. അത് നമുക്ക് അഴിച്ചിട്ട് നോക്കിയിട്ട് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ കോളർ മാത്രം മാറ്റി ഗ്രീസ് ചെയ്ത് നമുക്കൊന്ന് റീസെറ്റ് ചെയ്ത് നോക്കാം. കൂടുതൽ പ്ലേ കാണിക്കുകയാണെങ്കിൽ മാത്രം മാറ്റിയിട്ടാൽ മതി. അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ 2 കേബിളുകൾ ഔട്ടർ വലിഞ്ഞിരിക്കണം. അതായത് ഇവിടെ ഒരെണ്ണം ഔട്ടറൊക്കെ പൊട്ടിയ നിൽക്കണം കേട്ടോ. അപ്പോൾ 2 ഔട്ടർ വലിച്ചാൽ വന്നേക്കാം. കാരണം ബ്രേക്ക് പിടിച്ച് ഇവിടുന്ന് കേബിളും ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യില്ല, അതിനുള്ള ഗ്യാപ്പില്ല. കാരണം ഔട്ടർ വലിഞ്ഞിട്ട് അങ്ങനെ ഓൾറെഡി നമുക്ക് ബ്രേക്ക് ആയ ഒരു അവസ്ഥയിലാണ് നിൽക്കും. പക്ഷേ ലിവറുമ്പോൾ കാണിക്കും, വണ്ടി ബ്രേക്ക് പിടിച്ചാൽ നിൽക്കില്ല. അതാണ് അവസ്ഥ കേട്ടോ. ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനർ മാക്സിമം അഡ്ജസ്റ്റിങ്ങിലാണ് നിൽക്കണേ. ഞാൻ തൽക്കാലത്തേക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് നോക്കാം. കമ്പനി ലൈനറൊക്കെ തന്നെ കിടക്കണേ. ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് കേബിൾ മാറ്റിയിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് നോക്കാം. പറ്റില്ലെങ്കിൽ മാത്രം നമുക്ക് മാറ്റിയിട്ടാൽ മതി. കാരണം ഒരു മില്ലിങ് ഒരു അല്പം അഡ്ജസ്റ്റ് ചെയ്തിട്ടേക്കണം കേട്ടോ. അപ്പോൾ പറ്റില്ലെങ്കിൽ നമുക്ക് മാറ്റി പുതിയതായിട്ട് വരും. പിന്നെയുള്ളത് നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റും കൂടി കൂട്ടത്തിൽ നടത്തി വിടുന്നുണ്ട്. നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി 2021 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ബാറ്ററി ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിപ്പോർട്ട് കൂടി ജസ്റ്റ് ഞാൻ ഇപ്പോൾ കൂട്ടത്തിൽ കാണിച്ചു തരാം. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.89 ആ റേഞ്ചിലെ വോൾട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് വിടുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റിലേക്ക് വിടുന്ന സമയത്ത് ഓൾറെഡി ഇതിനകത്ത് കംപ്ലയിൻ്റ് ആയിട്ട് കാണിക്കണേ. പക്ഷേ സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാം. കാരണം ബാറ്ററി ടെസ്റ്റിനകത്ത് ബാറ്ററി സെൽ ഡാമേജ് ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ പെട്ടെന്ന് വരാം, അല്ലെങ്കിൽ കുറച്ച് നാൾ ഗ്യാപ്പ് കിട്ടിയേക്കാം. എന്നാലും എന്തായാലും വലിയ താമസമില്ലാണ്ട് ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ട് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗം നോക്കുന്നുണ്ട്. എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടത്.
പോയിൻറ്റും അത്യാവശ്യം ഒരുവിധം അതിൻ്റെ ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട്. അതേപോലെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് അഴുക്കായിട്ടുണ്ട്, അതും കൂടി നമുക്കൊന്ന് മാറ്റിയിടാം. ഇതിനകത്ത് കിടക്കണ ഓയിൽ നല്ല ഓയിലാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഓയിൽ അത് തന്നെ മതി, നമുക്ക് വേറെ മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല ഓയിലാണ് കിടക്കുന്നത്. അപ്പോൾ നിലവിലിപ്പോൾ ഈ കംപ്ലൈൻ്റ് ഉള്ള ഭാഗങ്ങൾ പാർട്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് തരാം. ഇതിനകത്ത് നമുക്ക് ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് ഒട്ടുമിക്ക തന്നെ ഉള്ളത്. പിന്നെ നമുക്ക് ആ ബ്രേക്കിൻ്റെ കേബിളുകൾ 3 ബ്രേക്ക് കേബിൾ മാറ്റുന്നത് അഡീഷണൽ വന്ന വർക്കാണ്. അതിൻ്റെ ലേബർ ചാർജിൽ മാത്രമാണ് വ്യത്യാസം വരുള്ളൂ. ബാക്കിയത്തെ നിലവിൽ ജനറൽ സർവീസിനായിട്ട് നമ്മൾ ചാർജ് ചെയ്യുന്നത് 600 രൂപയാണ്. അതിനകത്ത് ക്ലച്ച് ഗ്രീസിങ് തുടങ്ങിയിട്ട് എല്ലാ വർക്കുകളും അതിനകത്ത് വന്നതാണ്. ബ്രേക്കിൻ്റെ കേബിളുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ബോഡിയൊക്കെ കഴിച്ചിട്ട് ഫുള്ളായിട്ട് അഡീഷണൽ മാറേണ്ടതാണ്. അപ്പോൾ അതിനൊക്കെ അഡീഷണൽ ടൈം വന്ന കേസ് ആയതുകൊണ്ടാണ് ലേബർ ചാർജിലും വേരിയേഷൻ തന്നെ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഞാൻ വാട്സാപ്പിലേക്ക് തരാം. പിന്നെ മീറ്ററിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഡിജിറ്റൽ ടൈപ്പ് മീറ്ററാണ് നമുക്ക് അത് വന്നേക്കുന്നത്. അത് ഓൾറെഡി മീറ്റർ മെക്കാനിസമായിട്ട് അസംബ്ലി ആയിട്ട് മാറ്റിയാൽ തന്നെയാണ് അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളിപ്പോൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ മീറ്റർ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് അഡ്വാൻസ് ബുക്ക് ചെയ്തിട്ട് വേണം നമുക്ക് വരുത്തിയെടുക്കാനായിട്ട്. അത് നോക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് ഐറ്റം ഓർഡറിലേക്ക് വിട്ട് കഴിഞ്ഞാൽ ഹോണ്ടയിലേക്ക് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഐറ്റം അവൈലബിൾ ആണ്, കിട്ടും. നോക്കിയിട്ട് നമുക്ക് അഡ്വാൻസ് അടച്ച് വരുത്തി നമുക്ക് മാറ്റാവുന്നുള്ളൂ. ബാക്കിയത്തെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഒരു എസ്റ്റിമേറ്റ് പറയാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി.